ചൂരമീൻ കിട്ടി. അപ്പൊ ഇത് കറി വയ്ക്കാവേ. മുറിക്കണേക്കാളും മുന്ന് എടുക്കണമെന്ന് വിചാരിച്ചതാ, ഞാൻ മറന്നുപോയി. മൂലമാണ് കേസ് ഓർമ്മ വന്നത്. നമ്മുടെ ഇന്നത്തെ കറി ചൂരമീൻ ഉണ്ടല്ലോ, ഹോട്ടലിലൊക്കെ പൊരിക്കില്ലേ, അതേപോലെ തന്നെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തേക്കണ്ട. നമുക്ക് ഇതിനകത്തേക്കുള്ള സാധനങ്ങളൊക്കെ പരട്ടി ഇത് കുറച്ചു നേരം അങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് വറക്കാം. മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി കിട്ടിയില്ലല്ലോ. അതിനകത്ത് 3-4 പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ കീറിയിട്ട് വറുത്താണ്ടല്ലോ, നല്ലതാണ്ടാ. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എല്ലാവരും പറയും ചൂരയും കേരയൊക്കെ മേടിച്ചാൽ വറ്റിച്ച് വെക്കണം, അല്ലെങ്കിൽ വറുത്തരച്ച് വെച്ചാൽ സ്വാദുള്ളൂന്ന് പറയട്ടാ. പക്ഷെ ഉണ്ടല്ല, ഇത് പാൽക്കറി വെച്ചാലും നല്ലതാ. ഇനി നിങ്ങൾ ചൂര മേടിക്കുമ്പോൾ ഒരു പ്രാവശ്യം പാല് പിഴിഞ്ഞൊന്ന് വെച്ച് നോക്കിട്ടാ, നല്ലതാ. കടുക് ഇട്ടു, നമ്മൾ ഉലുവി ഇട്ടു. കിടന്ന് പുട്ടട്ടെ. എന്താ നമുക്ക് സവാള ഇടാം. അവിടെ കിടന്നൊന്ന് നോക്കട്ടെ. അതെ, ഇവിടെ എൻ്റെ മോനെ ചൂരും കയറൊക്കെ മേടിച്ചാൽ പറ്റിച്ച് വെക്കണം. ആവശ്യം പാല് കേൾക്കണ്ട. അപ്പം ഞങ്ങൾ ചൂരും കയറൊക്കെ മേടിക്കുമ്പോൾ പാല് കഴിക്കുള്ളൂ. നിങ്ങളും മേടിക്കുമ്പോൾ അങ്ങനെ വെച്ച് നോക്കിട്ടോ. എപ്പോഴും നമ്മൾ പറ്റിച്ചാൽ കഴിക്കണം. ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ലതാണോ എന്നറിയാലോ. പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ ഉണ്ടാകും. ഏകദേശം ഒരു കിലോത്തോളം കേരാണ്. ഇതിനനുസരിച്ചാണ് ചേർക്കണം. ഇവിടെ ഞങ്ങൾക്ക് മീൻ കറി വയ്ക്കുമ്പോൾ എരിവും പുളിയൊക്കെ ഇച്ചിരി അധികം വേണം. അപ്പോൾ അതനുസരിച്ചുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇല. പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇടുന്നത്. പുളി എൻ്റെ തൊട്ടടുത്ത് എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഗ്രേസ് ചേച്ചി തന്നതാണ് കുടപ്പുളി. വീട്ടിൽ ഉള്ള കുടപ്പുളി കുറേയിട്ട് ഉണ്ടാക്കിയ കുടപ്പുളിയാണ്. നല്ല പുളിയുള്ള പുളിയാണ് ഇപ്പം. കളച്ചിട്ട് മീൻ ഇടാട്ടോ നമുക്ക്. കറി ഏത് കോലത്തിലായിന്ന് നോക്കാം നമുക്ക്. കറി ചാറൊക്കെ കുടുക്കിയിട്ടുണ്ട്. നമുക്ക് തലപ്പാല വയ്ക്കാട്ടോ. തലപ്പാല വെച്ചോ കറി തിളയ്ക്കാൻ പാടില്ലാന്ന് പറയാം. കറിവേപ്പില ഇട്ട് കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ. വേവേപ്പില അതിലൊക്കെ പുരട്ടി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാറുണ്ട്. മീൻ എന്തായാലും നോക്കിയാൽ നല്ല സെറ്റായിട്ടുണ്ട്. തുടങ്ങിയ എല്ലാവർക്കും മീന് പതിയാണ്, ലോ സിമ്മിലാണ് ഇട്ട് ചെയ്യണത്. അത് കാരണം കൊണ്ട് ഒത്തിരി സമയം പിടിക്കും. അതെങ്ങനെ നോക്കാട്ടാ. കുറെ നേരമായില്ലേ നമ്മൾ അടച്ചു മൂടി വെച്ചിട്ട്. വാവ്, തുറക്കുമ്പോ തന്നെ ഒരു മണുണ്ട്. സൂപ്പർ. തുറക്കുമ്പോ തന്നെ പച്ച വെളിച്ചെണ്ണയുടെയും വേപ്പിൻ്റെ ഇലയുടെ ഒക്കെ ഉള്ള മണം. ടേസ്റ്റ് ഒക്കെ കൂതി കഴിക്കാൻ പറ്റുന്നില്ല. നല്ലതാ. അല്ലേ, ഒരാൾ വന്നേക്കണമെങ്കിൽ മീൻകറി നല്ല ഇഷ്ടമാണ്. വലിയ മീനായിരിക്കണം അവൾക്ക്.
എനിക്ക് ഈ മുള്ളില്ലാത്ത മീൻ ഭയങ്കര ഇഷ്ടം, നല്ല മാംസമുള്ളത്. ചൂടും കേട്ടോ, നല്ല കുറുകിയിലൊക്കെ ശരിക്കും. കളയില്ല. ചോറിനാട്ടോ സമയം എത്രയാണെന്ന് അറിയില്ല, വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. കൊടുക്കും. പപ്പടം കൂടെ വേണ്ടതായിരുന്നു. പാല് പിഴിഞ്ഞ കറിയും പപ്പടവും നല്ല ടേസ്റ്റാണ് കേട്ടോ. പപ്പടത്തിന് എനിക്കിതൊരു പ്രഷറുള്ള കാരണം കൊണ്ട് പപ്പടം മറത്തില്ല. പിള്ളേർ സമ്മതിക്കണില്ല, ചീത്തറയാണ് പ്രഷർ കൂടുന്നതാണത്. പാല് പിഴിഞ്ഞ കറിയുടെ കൂടെ പപ്പടം വെച്ചതും കൂടെ വേണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ്, നമുക്കൊന്നും കൂടെ ടേസ്റ്റ് തോന്നുള്ള. കുറേ ചോറ് തിന്നാൻ തോന്നും. കഴിക്കാം നമുക്ക്. നല്ലതാ. ഒന്നും പറയാനില്ല, അസാധ്യ ടേസ്റ്റാ. വറുത്തമീൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കുരുമുളകൊക്കെ ഉണ്ട് ഇട്ട കാരണം സെറ്റായിട്ട് സാധനം. ഗൈസ്, ഇവരൊക്കെ പറഞ്ഞു, ബട്ട് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് കണ്ടിട്ട് തിന്നാൻ വയറ് കത്തിയിട്ട് പോയി. അപ്പൊ ഞാൻ തിന്നുവാണ്. എന്തായാലും എൻ്റെ അമ്മ വെക്കുന്ന ടേസ്റ്റ് ആണ് അറിയാം. തേങ്ങാപ്പാലും ഒക്കെ സെറ്റാണ്. അപ്പോൾ ഗൈസ് ബൈ, ഞാൻ കഴിക്കട്ടെ. മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. ബൈ ബൈ ബൈ.